അകാലത്തിൽ അന്തരിച്ച ഫോട്ടോഗ്രാഫർ ഗിരീഷ് എഡിറ്റ്സിന്റെ ഓർമ്മയിൽ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. ഗിരീഷിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകാനും അനുസ്മരണ യോഗം തീരുമാനിച്ചു. സുനിൽ നന്ദനം അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് എഡിറ്റ്സ് അനുസ്മരണ യോഗം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. യോഗത്തിൽ സുനിൽ നന്ദനം അധ്യക്ഷത വഹിച്ചു. സുരേഷ് AC, വി പ്രശാന്ത് പ്രണവം, ഷൈജു ചിത്രശാല, ഫിറോസ് ഖാൻ, സോജി ജോസഫ്, ശിവൻ ഒറ്റപ്പാലം, സദാശിവൻ, ഷബീർ, വിനോദ് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. പിന്നെ ഗിരിയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂൾ കാലം തൊട്ടുള്ള ബന്ധമാണ്. ഞങ്ങൾ ക്ലാസ്മേറ്റ് ആയിരുന്നു. പിന്നെ ആദർശവശാൽ ഞാനും ഗിരിയൊക്കെ ഒരേ ഫീൽഡിലെത്തി. അപ്പോൾ അന്ന് തൊട്ടുന്ന് വരെ നമ്മളെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി ഒരു കൊറോണയുടെ സമയത്താന്ന് തോന്നുന്നു പുള്ളിക്ക് ഷുഗർ കൂടിയിട്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാൽ ഇനി കണ്ണ് കാണാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നത്തിലായിരുന്നു. അങ്ങനെ കോയമ്പത്തൂർ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അന്ന് നമ്മൾ പറ്റുന്ന ആളുകളൊക്കെ സഹായം ചെയ്തത്. ഞങ്ങൾ സ്കൂളത്തെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ റിക്കവറി ആയി രണ്ടാമതൊരു ജന്മം എടുത്തുകൊണ്ടാണ് പുള്ളി രണ്ടാമത് ഫീൽഡിലേക്ക് വന്നത്. പക്ഷെ അതിനുശേഷം ഗിരി നല്ല രീതിയിൽ വർക്ക് എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നും നമ്മൾ ഗിരീനോ പറയണം, എന്താ വെച്ചാൽ പഴയതുപോലെ ചെറുപ്പക്കാർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ശരീരം നോക്കിയിട്ട് വേണം പണിയെടുക്കാന്നുള്ളത്. പക്ഷെ നമ്മളെല്ലാവരെയും ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ചെറുപ്പക്കാർ അതേ രീതിയിലാണ് നമ്മളിപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഹാർഡ് എന്താന്നുള്ളത് പുറത്തുള്ള ആളുകൾക്കറിയില്ല. പക്ഷെ നമുക്കറിയാം. എന്താ വെച്ചാൽ ഒരു സ്നാപ്പ് എടുക്കുന്ന മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ടെൻഷൻ എന്താണെന്ന് നമ്മൾ ഓരോ ആളുകൾക്കും അറിയുന്നത്. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ പ്രായം കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ വേണം മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബം ഒന്ന് ബാക്കിലുണ്ടെന്നുള്ള ചിന്ത എല്ലാവർക്കും വേണം. അനുസ്മരണ യോഗത്തിൽ ഗിരീഷിന്റെ കുടുംബത്തിന് ധനസഹായം നൽകാനും തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.